എന്തുകൊണ്ട് അർജന്റീന തോറ്റു? മനഃശാസ്ത്രം എന്താണ് ഇതിന്റെ എന്നാണ് പരിശോധിക്കുന്നത്. ഡിഫൻസീവ് മൈൻഡ് സെറ്റ് വേഴ്സസ് ഫ്ലറിഷിംഗ് മൈൻഡ് സെറ്റ്, ഇവയുടെ വ്യത്യാസം എന്താണ്? പ്രതിരോധത്തിൽ ഊന്നിയ മൈൻഡ് സെറ്റ് വേഴ്സസ് വിജയിക്കാനുള്ള ത്വരയുള്ള ഒരു മൈൻഡ് സെറ്റ്, ഇതിന്റെ വ്യത്യാസം എന്താണ്? യഥാർത്ഥത്തിൽ അർജന്റീന പൊരുതി എന്ന് പോലും പറയാൻ കഴിയില്ല. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, പഴയ സന്ദേശം സിനിമയുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ സ്പെയിൻ ബോൾ തൊടാൻ പോലും സമ്മതിച്ചില്ല, അതുകൊണ്ട് തോറ്റു. മെസ്സി മാജിക് എന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല? മെസ്സിയുടെ കാലിലേക്ക് ബോൾ വന്നു പോലുമില്ല, അതുകൊണ്ട് തോറ്റു എന്ന് പറയാം. എന്നാൽ കുറെ കൂടെ ആഴത്തിൽ ശാസ്ത്രീയമായി മനഃശാസ്ത്രപരമായി പരിശോധിക്കുമ്പോൾ എന്തു പറ്റി എന്ന് പരിശോധിക്കുകയാണെങ്കിൽ, അർജന്റീന കഴിഞ്ഞ 3 കളികളിലായി ഈജിപ്തിനോട് ഇംഗ്ലണ്ടിനോടൊക്കെ ഒരു ഡിഫൻസീവ് മൈൻഡ് സെറ്റിലാണ്. എന്തിന്? ഈജിപ്തിനോട് പോലും ഈജിപ്ത് 2 ഗോൾ നേടുന്നത് വരെ അർജന്റീന വളരെ പുറകിലായിരുന്നു. അർജന്റീന ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പകരം എതിരാളി ഗോൾ അടിക്കുന്നത് തടയാനാണ് ശ്രമിക്കുന്നത്. ഇതൊരു ഡിഫൻസീവ് മൈൻഡ് സെറ്റാണ്, അഥവാ ഒരു ഡിഫൻസീവ് പാരഡൈം, ഒരു പരിപ്രേക്ഷ്യം. അതായത് അവർ ജയിക്കാനല്ല അവർ കളിച്ചത്, പകരം തങ്ങൾ തോക്കാതിരിക്കാനാണ്. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. തോക്കാതിരിക്കുന്ന അവസ്ഥയല്ല വിജയം, പകരം ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ത്വര അവരിൽ കാണിക്കണം. ഈജിപ്തിനോട് 2-0 പുറകിൽ നിന്നപ്പോഴാണ് അർജന്റീനയുടെ ഏറ്റവും മനോഹരമായ കംബാക്ക് നമ്മൾ കണ്ടത്. അവസാന 13 മിനിറ്റിൽ 3 ഗോളുകൾ നേടി ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കംബാക്ക് അവർ നടത്തി. ഇംഗ്ലണ്ട് 1-0 മുമ്പിലായിരുന്നു. അർജന്റീന അതേപോലെ ശക്തമായി ഇടപെട്ട് അതിശക്തമായി തിരിച്ചു വന്ന് 2 ഗോൾ സ്കോർ ചെയ്ത് വിജയിച്ചു. അർജന്റീനയ്ക്ക് എതിർ ടീം തങ്ങളെ തളയ്ക്കുമ്പോൾ മാത്രമാണ് അവരിൽ അഗ്രഷനും ഫ്ലറിഷിങ്ങും വരുന്നത്. ഇന്നലെ ഒരു കമന്റേറ്റർ മനോഹരമായി പറയുകയുണ്ടായി, അർജന്റീന ത്രൈവ്സ് ഇൻ കയോസ്. അർജന്റീന ആ രീതിയിൽ വെൻ പുഷ് ടു ദി വാൾ എന്ന് പറയുന്ന അവസ്ഥയിൽ മാത്രമാണ് അർജന്റീന വളരെ സ്ട്രോങ് ആയി മുമ്പോട്ട് വരുന്നത്. ഒരു പക്ഷേ ഇന്നലത്തെ കളിയിലും സ്പെയിൻ 70-ാം മിനിറ്റിലാണ് ഒരു ഗോൾ അടിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷേ അർജന്റീന കുറെ കൂടെ ഗോൾ സോൺ ടാർഗറ്റ് അല്ലെങ്കിൽ ഷോർട്ട് സോൺ ടാർഗറ്റ് ആൻഡ് ഷോർട്ട് സോൺ ഗോൾസ് എങ്കിലും എത്തുമായിരുന്നു. ഇത് പലപ്പോഴും അവിടെ സംഭവിക്കാത്തതിന്റെ കാരണം അർജന്റീനയ്ക്ക് എതിർ ടീം ഏതെങ്കിലും രീതിയിൽ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നത് വരെ അർജന്റീന വേണ്ട രീതിയിൽ അവർ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നേരെ തിരിച്ച് ഇന്നലത്തെ കളിയിലും ആ ഒരു ഗോൾ അടിച്ച് അവസാന 10 മിനിറ്റിലാണ് അർജന്റീനയുടെ ഭാഗത്തു നിന്ന് വിജയിക്കാനുള്ള ശ്രമങ്ങളെങ്കിലും ഉണ്ടായത്. വിജയിച്ചു എന്നല്ല, വിജയിക്കാനുള്ള ശ്രമങ്ങളെങ്കിലും ഉണ്ടായത്. ഏതെങ്കിലും രീതിയിൽ അവർ അഗ്രഷനിലേക്കും ഒഫൻസീവിലേക്കും, കുറച്ചുകൂടെ നല്ല മനഃശാസ്ത്രപരമായ ഭാഷയിൽ പറഞ്ഞാൽ ഫ്ലറിഷിംഗിലേക്കും പോയത്. ഈ ഫ്ലറിഷിംഗ് എന്നുള്ള വാക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രദാനം ചെയ്ത സ്റ്റഡിയാണ്. ഞാൻ ആ സ്റ്റഡീസിന്റെ ഭാഗമായി വ്യത്യസ്ത ഗ്ലോബൽ സ്പേസിൽ എടുത്തിട്ടുണ്ട്. അത് ഹ്യൂമൻ ഫ്ലറിഷിംഗ് എന്നാണ് അത് പറയുന്നത്. യഥാർത്ഥത്തിൽ അർജന്റീനയ്ക്ക് പറ്റിയത്, അർജന്റീനയ്ക്ക് മെസ്സി അടക്കമുള്ളവർ നില നിഷ്പ്രഭരായി നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ഏറ്റവും ശക്തമായ രീതിയിൽ പോരാടിയത് അർജന്റീനയുടെ ഗോൾ കീപ്പറാണ് എന്ന് നമുക്കും അറിയാം. എമിലിയാനോ മാർട്ടീനസ് ഇല്ലായിരുന്നെങ്കിൽ 11ഓളം സേവ് ലോക ചരിത്രത്തിൽ റെക്കോർഡ് ഇടുകയുണ്ടായി. എമിലിയാനോ മാർട്ടീനസ് അദ്ദേഹം 11 സേവാണ് ചെയ്തത്. ഇല്ലെങ്കിൽ അതിൽ 5 എണ്ണമെങ്കിലും ഗോൾ ആവുമായിരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 5-0 എന്ന് തോക്കുന്നതിടയിൽ നിന്നാണ് അർജന്റീനയെ അദ്ദേഹത്തിന് ഇത്രയെങ്കിലും രക്ഷിക്കാൻ കഴിയും. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ജീവിത പാഠമുണ്ട്. ആ ജീവിത പാഠം എന്ന് പറയുന്നത്, എന്നും ഒരു ഫ്ലറിഷിംഗ് മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ പോകണം. ഡിഫൻസീവ് മൈൻഡ് സെറ്റിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങുകയാണെങ്കിൽ പലപ്പോഴും പരാജയപ്പെടാനാണ് നമ്മൾ സാധ്യത. വേറൊരാൾ വിജയിക്കാതിരിക്കാനല്ല നമ്മൾ കളിക്കേണ്ടത്, നമ്മൾ തോക്കാതിരിക്കാനല്ല നമ്മൾ കളിക്കേണ്ടത്, പക്ഷെ നമ്മൾ വിജയിക്കാൻ വേണ്ടിയാണ് എന്നുള്ള പോസിറ്റീവ് ഫ്ലറിഷിംഗ് മൈൻഡ് സെറ്റ് മെസ്സിയുടെ പടയ്ക്ക് ഉണ്ടായില്ല. അതാണ് അവരുടെ മനഃശാസ്ത്രപരമായ പരാജയ കാരണം എന്ന് നിസ്സംശയം പറയാം. പക്ഷേ മെസ്സി ഓൾ ടൈം ഗ്രേറ്റ് ആണ്, ഗോട്ടാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോട്ടാണ്. ഈ എല്ലാ ഗോട്ടുകളുടെയും ഒരുപക്ഷെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും. എല്ലാവർക്കും പ്രണാമം നേരുന്നു. സ്പെയിന്റെ ഉഗ്രനായ കളിയായിരുന്നു. സ്പെയിന്, ഞാൻ അർജന്റീന ഫാനാണ്, മെസ്സി ഫാനാണ്, പക്ഷേ സ്പെയിൻ ഗംഭീരമായി കളിച്ചു. അതിന് സ്പെയിൻ ഒരു ഹ്യൂജ് കൺഗ്രാറ്റ്സ്.